പ്രൈസ് ദി ലോർഡ്. ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. നാം ഈ ദിവസത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ സംബന്ധിച്ച് ഇന്നലെ മുതൽ നാം പഠിക്കുവാൻ വീണ്ടും ആരംഭിച്ചു. പല പ്രാവശ്യങ്ങളായി ഈ ഭാഗങ്ങൾ നാം ചിന്തിച്ചെങ്കിലും പൂർവികന്മാർക്ക് ലഭിച്ച സാക്ഷ്യം, വിശ്വാസ വീരന്മാരായ പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ വീണ്ടും എബ്രായ ലേഖനകർത്താവ് ഒരിക്കൽ കൂടെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായി വരച്ചു കാണിച്ചിരിക്കുന്നു. അവിടെ ഹാബേലിനെ കുറിച്ചും ഹാനോക്കിനെ കുറിച്ചും നോഹയെ കുറിച്ചൊക്കെ നാം ചിന്തിച്ചു. അപ്പോൾ തന്നെ നമ്മളെക്കുറിച്ചും അപ്പോസ്തലൻ കുറിച്ചു വച്ചിരിക്കുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ലെന്ന്. ദൈവത്തിനടുക്കൽ വരുന്ന ദൈവം ഉണ്ടെന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതല്ലയോ? നാം പഠിച്ചു കഴിഞ്ഞത് വിശ്വാസം ദൈവത്തിന് ദാനമാണ്. പ്രിയമുള്ളവരെ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഹാബേൽ മുതൽ നാം പഠിച്ച എല്ലാവരിലും അനുസരണം എന്നൊരു ഫാക്ടർ, ഘടകം കാണുവാൻ കഴിയുന്നു. ഒന്നാമത്, ദൈവത്തിന് പ്രസാദകരമായ യാഗം. എന്താണ് ദൈവത്തിന് പ്രസാദകരമെന്ന് താൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് തന്നെ ഒരു ആത്മീയ വെളിപ്പാടിലേക്ക് നയിച്ചു. ആ വെളിപ്പാടാണ് അപ്രകാരം ഒരു യാഗം, കടിഞ്ഞൂലുകളിൽ നിന്നൊന്ന്, ദൈവം പ്രസാദിക്കുന്ന മേധസ്സിന്റെ യാഗം. അപ്പോൾ തന്നെ ഒരു കുഞ്ഞാട്. ഇതെല്ലാം വരുവാനിരിക്കുന്ന കാൽവറി യാഗത്തിന് ഒരു നിഴലായി നിൽക്കുന്നു. ഈ പഴയ വിശുദ്ധന്മാർ അവരുടെ ജീവിത ഘട്ടത്തിൽ ദൈവത്തെ അനുസരിച്ചു, ദൈവപ്രമാണങ്ങളെ അനുസരിച്ചു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുവാൻ ദൈവ ഇഷ്ടം എന്താണെന്ന്, ദൈവഹിതം എന്താണെന്ന്, ദൈവിക പദ്ധതികൾ എന്താണെന്ന് തിരിച്ചറിയുന്നതിൽ താൻ വിജയിച്ചു. അനുസരണമാണ് തന്നെ വിജയത്തിലേക്ക്, അല്ലെങ്കിൽ അപ്രകാരം ഒരു എടുക്കപ്പെടൽ, റാപ്ചർ, ഉൽപ്രാവണം ഹാനോക്കിനെ കാണാതായി. എക്കാലമുള്ള വിശുദ്ധന്മാർക്ക് ഹാനോക്ക് ദൈവത്തെ സേവിക്കുന്നതിൽ, വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്നതിൽ ഒരു മുൻകുറിയായി നിലകൊള്ളുന്നു. മരണം കാണാതെ ചുറ്റുപാടൊക്കെ എന്ത് സംഭവിച്ചാലും ഹാനോക്കിനെ സംബന്ധിച്ച വിഷയമല്ല. താൻ മരണം കാണാതെ താൻ എടുക്കപ്പെട്ടു. ദൈവത്തെ സേവിക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. ഹാനോക്ക് അത് വെളിപ്പെടുത്തി. ഹാബേൽ ഒറ്റ യാഗം കൊണ്ട് മരിച്ചുവെങ്കിലും താൻ നീതിമാനെന്ന് സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്ന് സാക്ഷ്യം പ്രാപിച്ചു. നോഹ കേട്ട ഒറ്റ ദൂത് നിമിത്തമായി തന്റെ തലമുറയെ ന്യായം വിധിച്ചു. നോഹയെക്കുറിച്ച് ആവർത്തിച്ച് പ്രവചന പുസ്തകങ്ങൾ കാണുന്നു. തന്റെ തലമുറയിൽ നീതിമാനും ദൈവഭക്തനുമായിരുന്നു. ദൈവത്തിന്റെ കൃപ ലഭിച്ച നോഹ, പ്രിയരെ, ദൈവത്തെ താൻ അനുസരിച്ചുകൊണ്ടാണ്, ചോദ്യം ചെയ്യാതെയുള്ള അനുസരണം. അതുവരെ താൻ മഴ കണ്ടിട്ടില്ല. മഴ കാണാത്ത തനിക്ക് ജലപ്രളയത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഇപ്രകാരം ഒരു വലിയ വെള്ളപ്പൊക്കം, അതോടുകൂടി വലിയൊരു ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ നോഹ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യും. ചോദ്യം ചെയ്യാനുള്ള അനുസരണം. താനൊരു പെട്ടകം പണിതു. പ്രിയരെ, വിശ്വാസത്തിന്റെ അനുസരണത്തിന്റെ ചുവടുകളാണത്. ഒരു തലമുറയിൽ നീതിമാനായിരിക്കുക, തനിക്ക് ലഭിച്ച ദൈവിക ദൂത് കാലഘട്ടത്തോട് വിളംബരം ചെയ്യുക, അപ്പോൾ തന്നെ ഒരു പെട്ടകം തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പണിയുക. യഥാർത്ഥത്തിൽ അത് ലോകത്തോട് കാണിക്കുന്ന ന്യായവിധിയുടെ അടയാളമാണ്. പെട്ടകത്തിനകത്ത് രക്ഷയും പെട്ടകത്തിന് പുറത്ത് ന്യായവിധി. പ്രിയ സഹോദരങ്ങളെ, ബൈബിൾ വ്യക്തമാക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാർ വിശ്വാസത്തിന്റെ ഓട്ടത്തിൽ അവർ പൂർണ്ണമായി ദൈവത്തെ അനുസരിച്ചു. ഒന്നും കാണാതെ ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട് ദൈവഭക്തിയിൽ അവർ വിശ്വസ്തരായി നിലനിന്നു. അതുകൊണ്ട് അവർ തലമുറയിൽ അവർ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ നിയോഗങ്ങൾ സംതൃപ്തിയോടെ പൂർത്തീകരിക്കുക ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. നിങ്ങളുടെ തലമുറയിൽ ഒരു വിശുദ്ധ നിയോഗത്തിന് വേണ്ടി ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തുവെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് മാനുഷികമല്ല, അത് ദൈവിക പദ്ധതിയാണ്. തിരുവെഴുത്തുകൾ പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ഫലം കായ്ക്കണം, നിങ്ങൾ പോയി ഫലം കായ്ക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണം, നിങ്ങൾ അധികം ഫലം കായ്ക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മജീവിതം എപ്രകാരം മുൻപോട്ട് പോകുന്നു? ഇന്നും വിശ്വാസ ജീവിതത്തിൽ ഊന്നുപടികൾ നമുക്ക് ആവശ്യമാണോ? മറ്റുള്ളവരുടെ സഹായങ്ങൾ, പ്രേരണകൾ, പിന്തുണകൾ, പ്രോത്സാഹനങ്ങൾ, ഇതൊക്കെ ഒരു ഊന്നുപടികളാണ്. ഇപ്രകാരം ലോകത്തിന്റെ ആശ്രയങ്ങളും സമ്പ്രദായങ്ങളും ഇല്ലാതെ കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതിനെയാണ് വിശ്വാസത്തിന്റെ ജീവിതയാത്ര എന്ന് പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ ജൈത്രയാത്രയാണ് മഹത്വത്തിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ വിളി തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കും, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കും, കൃപയിൽ നിന്ന് കൃപയിലേക്കും മുൻപോട്ട് പോകുന്നതാണ്. ഇനി അബ്രഹാമിനെ നോക്കി നാം ഇന്നലെ ചിന്തിച്ചു കഴിഞ്ഞു. തനിക്ക് ലഭിച്ച ഒരു വെളിപ്പാട്. ആ വെളിപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ, കൽദേ ദേശത്ത് താൻ പറക്കുമ്പോൾ കൽദേരുടെ ദൈവം എന്താണെന്ന് അറിയണം. ചന്ദ്രനായിരുന്നു, ചന്ദ്രദേവത, ലുണാറ്റിക് ഗോഡ്, മെസൊപ്പൊത്താമിയിലെ ദേവത. അതിനെ ആരാധിച്ചിരുന്ന അബ്രഹാമും തന്റെ പൂർവികരും. അവിടെയാണ് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ പ്രാരംഭ വാക്യങ്ങളിൽ സ്തേഫാനോസ് തന്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നു, തേജോമനായ ദൈവം, തേജോമനായ ദൈവം. എന്താണ് പ്രിയമുള്ളവരെ? ഇപ്രകാരം ഒരു പ്രത്യക്ഷത. കാരണം ചന്ദ്രന്റെ നിലാവെളിച്ചം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അരണ്ട വെളിച്ചം. നാം തമ്മിൽ അടുത്തടുത്ത് നിന്നാൽ കാണുവാൻ പോലും കഴിയത്തില്ല. അടുത്ത് നിൽക്കുന്ന രണ്ടുപേരെ അവർക്ക് മുഖാമുഖം ദർശിക്കാൻ കഴിയാത്ത പോലുള്ള ഈ വൈകുന്നേരത്തെ ഇരുട്ടാവുന്നതിന് മുമ്പുള്ള, സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള അരണ്ട നിലാ വെളിച്ചം, ഇതാണ് അവിടുത്തെ ദൈവത്തിന്റെ പവർ. മെസൊപ്പൊത്താമിയിലെ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അവിടെയാണ് തേജോമനായ ദൈവത്തിന്റെ വെളിപ്പാട്. പ്രിയമുള്ളവരെ,
അബ്രഹാമിന് ഒരു വെളിപ്പാടാണ് അബ്രഹാമിനെ പുറത്തിറക്കിയത്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. യോശുവയുടെ പുസ്തകം 24 അധ്യായത്തിൽ യോശുവയുടെ ഫെയർവെൽ മീറ്റിംഗിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം തുടങ്ങിയ എല്ലാവരും ഈ നദിയുടെ അങ്ങേക്കരയിൽ വിഗ്രഹങ്ങളെ നിർമ്മിച്ചും വിഗ്രഹങ്ങളെ ആരാധിച്ചും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് സത്യദൈവമായ യഹോവയെ മാത്രം ആരാധിക്കുവാൻ വിളിക്കപ്പെട്ട ഒരു വിശുദ്ധ ഗണമെന്ന പോലെ കനാനിലെത്തി. നിങ്ങൾക്ക് ഇവിടെ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നദിക്കക്കരെയുള്ള ദേവന്മാരെ തിരഞ്ഞെടുക്കാം. യഹോവയായ ദൈവത്തെ തിരഞ്ഞെടുക്കാം. എപ്പോഴും നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാനുള്ള ഒരു സമയമുണ്ട് പ്രിയമുള്ളവർ. ഒന്നുകിൽ യഹോവയായ ദൈവം, അല്ലെങ്കിൽ ജാതീയ വിഗ്രഹങ്ങൾ. മോശ ഒരിക്കൽ പറയുന്നു, ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. കാളക്കുട്ടിയുടെയും അപ്രകാരമുള്ള മിസ്രൈമിലെ ദേവതകളുടെ ആരാധന ഇഷ്ടപ്പെടുന്നവർ, മിസ്രൈമിലെ ദൈവം കാളയാണ്, അതിനെ ആരാധിക്കുന്നവർ അങ്ങോട്ട് മാറട്ടെ. യഹോവയുടെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് മാറട്ടെ. ഏലിയോ പറയുന്നു, ബാലിനെ സേവിക്കുന്നവർ മാറി നിൽക്കട്ടെ, യഹോവയെ സേവിക്കുന്നവർ മാറി നിൽക്കട്ടെ. നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാലുവെക്കും? ബാൽ ദൈവമെങ്കിൽ ബാലിനെ നിങ്ങൾ ആരാധിക്കും. യഹോവയ കർത്താവ് ദൈവമാണെങ്കിൽ ആ കർത്താവിനെ നിങ്ങൾ ആരാധിക്കും. കർത്താവ് യേശു പറയുന്നു, നിങ്ങൾക്കൊരിക്കലും ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് ദൈവത്തെയും പിശാചിനെയും സേവിപ്പാൻ കഴിയത്തില്ലെന്നല്ല, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ദൈവത്തിന് പകരമായി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സ്വാധീനിക്കുന്ന മറ്റെന്തും നിങ്ങളുടെ മാമോനാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ താല്പര്യങ്ങൾ അന്വേഷിക്കുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്, അത് വ്യക്തിയാകട്ടെ, ബാങ്കാകട്ടെ, സമ്പത്താകട്ടെ, ഭൗതികമാകട്ടെ, ലൗകികമാകട്ടെ, മാനുഷികമാകട്ടെ, ജഡീകമാകട്ടെ, പ്രാകൃതമാകട്ടെ, എന്തുമാകട്ടെ, അതാണ് നിങ്ങളുടെ മാമോൻ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ മേഖല. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തെയും മാമോനെയും കൂടെ സേവിക്കാൻ കഴിയത്തില്ല. പൗലോസ് അതിന്റെ മറ്റൊരു വേർഷൻ പറഞ്ഞു, ഒരിക്കലും ക്രിസ്തുവിനെയും ബലിയാമിനെയും നിങ്ങൾക്ക് ഒന്നിച്ച് സേവിക്കാൻ കഴിയില്ല. ആയതിനാൽ അബ്രഹാമിന് മുമ്പിൽ ദൈവം ഒരു തെരഞ്ഞെടുപ്പ് വെച്ചു. നിനക്ക് വേണമെങ്കിൽ ഈ ചന്ദ്രന്റെ ഇരുണ്ട വെളിച്ചത്തിൽ, അരണ്ട വെളിച്ചത്തിൽ, നിലാവ് വെളിച്ചത്തിൽ തപ്പിത്തടഞ്ഞ് ജീവിതകാലം മൊത്തവും ഈ വിഗ്രഹങ്ങളെ സേവിച്ച് ഇവിടെ ജീവിക്കാം. പക്ഷെ ഒരു വെളിപ്പാട് പുറത്തിറക്കി. എപ്പോഴും വെളിച്ചങ്ങൾ, കാഴ്ചപ്പാടുകൾ, ദർശനങ്ങൾ നിങ്ങളെ പുറത്തിറക്കും. പൗലോസായി തീർന്ന ശൗലിനെ പുറത്തിറക്കിയത് ദമാസ്കസിൽ വെളിപ്പെട്ട ഒരു വെളിച്ചമാണ്. ആ വെളിച്ചത്തെ കുറിച്ച് പറയുന്നത് ഒരു വലിയ വെളിച്ചം, ആകാശത്ത് ഒരു വെളിച്ചം ചുറ്റുമിന്നി. പിന്നത്തേതിൽ പറയുന്നു, വലിയ വെളിച്ചം എന്നല്ല, സൂര്യന്റെ വെളിച്ചത്തെ കവിയുന്നൊരു വെളിച്ചം. ആ വെളിച്ചത്തിന്റെ സ്വാധീനത്താൽ, ശക്തിയാൽ പിടിക്കപ്പെട്ടാണ് ശൗൽ രൂപാന്തരപ്പെട്ടത്. പ്രിയമുള്ളവർ, ഇത് നമ്മുടെ സമയമാണ്. നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? വിശ്വാസത്തിന് ചുവടുകൾ മുൻപോട്ട് വെക്കുവാൻ ഈ പ്രഭാതത്തിൽ ദൈവാത്മ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. ഈ ദൂത് നിങ്ങൾ അവഗണിക്കരുത്. ഈ ദൂതുകൾ നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാണ്. അബ്രഹാം ഒന്നും കാണാതെ, എങ്ങോട്ട് പോകുന്നറിയാതെ അനുസരിച്ചു. താൻ അനുസരണ നിമിത്തം തന്റെ ഒരു ചുവടുകളും തെറ്റിയില്ല. താൻ എത്തിച്ചേർന്നു, വാഗ്ദത്ത കനാനിൽ എത്തിച്ചേർന്നു. കർത്താവ് ഡെസ്റ്റിനേഷൻ പോയിന്റ് കൊടുത്തില്ല, കെയർ ഓഫ് കൊടുത്തില്ല, എത്തിച്ചേർന്ന അഡ്രസ്സിന്റെ കൃത്യമായ വ്യക്തമായ രൂപരേഖയൊന്നും നൽകിയില്ല. പക്ഷെ ഓരോ ചുവടിലും ദൈവത്തെ അനുസരിച്ചപ്പോൾ അടുത്ത സ്റ്റെപ്പ് വെക്കുവാൻ ദൈവം അവസരം കൊടുത്തു. നാം അനുസരിക്കുക, അനുഗ്രഹിക്കപ്പെടും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.